മലയാള സിനിമയിലെ വില്ലൻ വേഷങ്ങളിലൂടെയും സ്വഭാവ നടനായും പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ സന്തോഷ് നായരുടെ വിയോഗം ചലച്ചിത്ര ലോകത്തിന് തീരാ നഷ്ടമാകുന്നു. അടൂർ ഏനാത്ത് വെച്ചുണ്ടായ ദാരുണമായ വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം സംഭവിച്ചാണ് അന്ത്യം. അഭിനയ ജീവിതത്തിൽ 100ഓളം സിനിമകളിൽ തിളങ്ങിയ സന്തോഷ് യഥാർത്ഥ ജീവിതത്തിൽ സൂപ്പർ താരം മോഹൻലാലിന്റെ ഉറ്റ സുഹൃത്തും സഹപാഠിയുമായിരുന്നു. MG കോളേജിലെ അടിച്ചുപൊളിച്ച പഠനകാലവും രാഷ്ട്രീയ പോരാട്ടങ്ങളും പിന്നീട് സിനിമയിലെ ലോറൻസ് എന്ന മാസ് വേഷവുമെല്ലാം സന്തോഷിന്റെ ജീവിതത്തിലെ സുവർണ അധ്യായങ്ങളായിരുന്നു. തിരുവനന്തപുരം MG കോളേജിലെ പഠനകാലത്ത് മോഹൻലാൽ SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നുവെന്ന് സന്തോഷ് മുൻപ് അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് SFIക്ക് ക്യാമ്പസിൽ നല്ല ടെറർ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ തമ്മിൽ വലിയ പിണക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സന്തോഷ് NDP വിദ്യാർത്ഥി സംഘടനയായ DSUവിന്റെ ഭാഗമായിരുന്നു. എല്ലാവരും താൻ ABVP ആണെന്ന് കരുതിയെങ്കിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയാണ് അന്ന് DSUവിൽ ചേർന്നതെന്ന് അദ്ദേഹം ഓർത്തെടുത്തിരുന്നു. കോളേജ് മാഗസിൻ എഡിറ്ററായിരുന്ന സന്തോഷ് ലാലിനൊപ്പം ക്യാമ്പസ് ജീവിതം ശരിക്കും ആഘോഷിച്ച വ്യക്തിയാണ്. കോളേജ് ഗ്രൗണ്ടിലെ തെങ്ങുകളിൽ കയറി കരിക്കു പറിച്ചു കുടിച്ചും യുവജനോത്സവ വേദികളിൽ തകർപ്പൻ പ്രകടനങ്ങൾ നടത്തിയും അവർ ക്യാമ്പസിനെ ആവേശത്തിലാക്കി. ലാലിന്റെ എല്ലാ കുസൃതികൾക്കും കൂട്ടുനിന്ന കൂട്ടുകാരൻ എന്നാണ് ഉറ്റ സുഹൃത്തുക്കൾക്കിടയിൽ സന്തോഷ് അറിയപ്പെട്ടിരുന്നത്. BSc മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിയായിരുന്ന സന്തോഷ് ബുള്ളറ്റിൽ ക്യാമ്പസിലൂടെ കറങ്ങി നടന്നിരുന്ന അക്കാലത്തെ ഒരു കുട്ടി ഹീറോ തന്നെയായിരുന്നു. രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നപ്പോഴും RSS ശാഖയുമായി സന്തോഷിന് വലിയ ബന്ധമുണ്ടായിരുന്നു. ശാഖയിൽ മുഖ്യ ശിക്ഷക് ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് സിനിമയിലേക്കുള്ള വഴി തുറന്നതോടെ അഭിനയ ജീവിതത്തിന്റെ ഭാഗമായി. 1982 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് സന്തോഷ് വെള്ളിത്തിരയിലെത്തുന്നത്. ശാന്തികൃഷ്ണ താമസിക്കാനെത്തുന്ന വീട്ടിലെ ചെറുപ്പക്കാരനായുള്ള ആ തുടക്കം പിന്നീട് വലിയൊരു സിനിമാ ജീവിതത്തിലേക്കുള്ള വാതിലായി. സന്തോഷ് നായർ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും ഐക്കണിക് വേഷങ്ങളിൽ ഒന്നായിരുന്നു 20-ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലെ ലോറൻസ്. സാഗറിലെ S. ജാക്കിയുടെ വലങ്കൈയായി ലോറൻസിനെ മലയാളികൾ ഇന്നും ഓർക്കുന്നു. ലാലിനൊപ്പം യുവജനോത്സവത്തിലെ നിസാർ എന്ന പോസിറ്റീവ് റോളും പിന്നീട് ചന്ദ്രോത്സവത്തിലെ സഹദേവൻ എന്ന ഉറ്റ സുഹൃത്തിന്റെ വേഷവും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകി. ഏപ്രിൽ 18 ഇവിടെ തുടങ്ങുന്നു തുടങ്ങിയ സിനിമകളിലെ വില്ലൻ വേഷങ്ങൾ സന്തോഷിനെ ശ്രദ്ധേയനാക്കി. 1985 മാത്രം 18ഓളം സിനിമകളിൽ വില്ലനായ അദ്ദേഹം നിറഞ്ഞാടി. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി തുടങ്ങി അന്നത്തെ എല്ലാ മുൻനിര നായകന്മാരുടെയും വില്ലനായ അദ്ദേഹം തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. 1996 മുതൽ 1998 വരെയുള്ള 3 വർഷത്തെ ഇടവേളയൊഴിച്ചാൽ മിക്ക വർഷങ്ങളിലും അദ്ദേഹം സിനിമയിൽ സജീവമായിരുന്നു. തിരുവനന്തപുരത്തെ CN കേശവൻ നായരുടെയും P. രാജലക്ഷ്മി അമ്മയുടെയും ഏകമകനായി 1960 നവംബർ 12-നാണ് ജനനം. MG കോളേജിൽ ഗണിതശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം സഹോദരിമാർ ഡോക്ടർമാരായപ്പോൾ അഭിനയത്തോടുള്ള അഭിനിവേശം കൊണ്ടാണ് സിനിമയിലെത്തിയത്. തിരുവനന്തപുരത്തെ സൗഹൃദ കൂട്ടായ്മകളിലെ സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹം അവസാന നിമിഷം വരെയും ജീവിതം ആഘോഷമാക്കിയാണ് കടന്നുപോയത്. സിനിമയ്ക്ക് അകത്തും പുറത്തും സൗഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിച്ച വ്യക്തിയായിരുന്നു സന്തോഷ്. മോഹൻലാലിന്റെ സിനിമാ പ്രവേശനം തൊട്ടുള്ള സഹയാത്രികനെയാണ് ഈ അപകടത്തിലൂടെ വെള്ളിത്തിരയ്ക്ക് നഷ്ടമായത്. മുളമൂട്ടിൽ അടിമ, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, കടത്തനാടൻ അമ്പാടി, വിഷ്ണുലോകം തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. വില്ലൻ വേഷങ്ങളിൽ നിന്ന് കോമഡിയിലേക്കും സഹനടൻ വേഷങ്ങളിലേക്കും ചുവടുമാറ്റിയ അദ്ദേഹം നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, പ്രോപ്പ് റൈറ്റേഴ്സ്, കമ്മത്താൻ കമ്മത്ത് എന്നീ സിനിമകളിൽ ഹാസ്യവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചു. 100-ലധികം സിനിമകളിലും ചില ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം തന്റെ അഭിനയമുദ്ര പതിപ്പിച്ചു. കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത മോഹിനിയാട്ടം ആണ് അവസാനമായി അഭിനയിച്ച ചിത്രം. അടൂർ ഏനാത്തെ വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട കാർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. സന്തോഷും ഭാര്യ ശുഭശ്രീയും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഹൃദയാഘാതം മരണത്തിലേക്ക് നയിച്ചു. ഭാര്യ ചികിത്സയിൽ തുടരുകയാണ്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം തന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കൂടെയുണ്ടായിരുന്ന പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വേർപാട് വലിയൊരു ആഘാതമാണ്. ചന്ദ്രോത്സവത്തിൽ ലാലിന്റെ സുഹൃത്തായി സഹദേവനായി വേഷമിടുമ്പോൾ അതിൽ സിനിമയ്ക്കപ്പുറമുള്ള ഒരു ആത്മബന്ധം നിഴലിച്ചിരുന്നു. സ്കൂൾ ടീച്ചറായ ശുഭശ്രീയാണ് സന്തോഷിന്റെ ഭാര്യ. ഏകമകൾ ഡോക്ടർ രാജശ്രീ S. നായർ. തിരുവനന്തപുരം ഹോളി ഏഞ്ചൽസ് കോൺവെന്റ്, സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സന്തോഷിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. മരണം കവർന്നെടുക്കുമ്പോഴും സന്തോഷ് തന്റെ പ്രിയപ്പെട്ട സിനിമാ ലോകത്ത് സജീവമായിരുന്നു. ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ രസിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്ത ഈ കലാകാരൻ വെള്ളിത്തിരയിലെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കും. 80കളിലെയും 90കളിലെയും മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്ന സന്തോഷ് നായർ വിടവാങ്ങുമ്പോൾ അതൊരു കാലഘട്ടത്തിന്റെ കൂടി ഓർമ്മപ്പെടുത്തലാകുന്നു. തിരുവനന്തപുരം MG കോളേജിനും സിനിമാ പ്രേമികൾക്കും ഈ വിയോഗം ഒരു തീരാനഷ്ടമാണ്. രാഷ്ട്രീയക്കാരനായും സിനിമാക്കാരനായും ജീവിതം ആഘോഷമാക്കിയ സന്തോഷ് നായർ തന്റെ ചിരിയും കുസൃതിയും എന്നും ബാക്കി വെച്ചാണ് യാത്രയാകുന്നത്. മലയാള സിനിമയുടെ പ്രിയപ്പെട്ട ലോറൻസിനും സഹദേവനും പ്രണാമം. മുറിച്ചു കുടിച്ച കരിക്കും അടിച്ചുപൊളിച്ച കോളേജ് കാലവും വെള്ളിത്തിരയിലെ ആക്ഷൻ രംഗങ്ങളും എന്നും മലയാളി മനസ്സുകളിൽ തങ്ങി നിൽക്കും.